എന്തുകൊണ്ടാണ് ഇത്തരം നടപടികളിൽ മുസ്ലിങ്ങളും ദളിതരും മാത്രം ഇരകളാകുന്നത്? ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം 8000 വീടുകൾ ബുൾഡോസറുകൾ എത്തി പൊളിച്ചു കളഞ്ഞു. മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെ വീടാണ്. ബാക്കി കുറച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ. 50ഓളം ബുൾഡോസറുകൾ 3000 പോലീസുകാരെത്തിയാണ് ഈ വീടുകളൊക്കെ തകർത്തത്. സമാനമായി ഡൽഹിയിൽ ഓക്ലയിലെ ഗ്രാമത്തിൽ 500ഓളം വീടുകൾക്ക് മുകളിൽ ഒരു നോട്ടീസ് പതിച്ചിരിക്കുന്നു. 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണ് ആ നോട്ടീസ് ഉള്ളത്. ഒരു ദിവസം ഉറങ്ങി എണീറ്റപ്പോൾ ആളുകൾ കാണുന്നത് വീടിന്റെ ചുമരിലൊക്കെ ഒരു ചുവന്ന നിറത്തിലുള്ള മാർക്ക്, ഒപ്പം ഈ നോട്ടീസ്. 30ലധികം വർഷമായി താമസിക്കുന്ന വീടാണിത്. ഇത് പൂട്ടിയിട്ട് അതല്ലെങ്കിൽ ഇത് പൊളിച്ചു കളഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് പോകണം 15 ദിവസം കൊണ്ട് എന്ന് ഓക്ലയിലെ മുസ്ലിം ജനവിഭാഗം ചോദിക്കുന്നു. സമാനമായി 8000ഓളം വീടുകൾ പൊളിച്ചു കളഞ്ഞ സിയാസത്ത് നഗർ, അത് ചന്തോള തടാകക്കരയിലുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ്. ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ ബംഗ്ലാദേശികളാണ് എന്ന വ്യാപകമായിട്ടുള്ള പ്രചാരണം ആ പ്രദേശത്ത് ആരൊക്കെയോ ചേർന്ന് നടത്തി. ചില ബംഗ്ലാദേശി പൗരരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നത് സത്യമാണ്. 50ഓ 60ഓ വർഷമായി അവിടെ താമസിക്കുന്ന ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മനുഷ്യരെ എന്തിന് ഇറക്കി വിടുന്നു എന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് പട്ടിണിപ്പാവങ്ങൾ മാത്രം ഇത്തരം നടപടികൾക്ക് വിധേയമാകുന്നത്? ഡൽഹിയിലെയും ഗുജറാത്തിലെയും പണക്കാരുടെ കയ്യേറ്റങ്ങൾ എന്തുകൊണ്ട് ഒഴിപ്പിക്കുന്നില്ല? നമസ്കാരം.